പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സലാമുൻ അലൈക്കും. നമ്മള് കുലൂ വശറബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്രി, ഇതുപോലെയുള്ള നിരവധി വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ സൂചിപ്പിച്ചിരുന്നു, മുസ്ഹഫിൽ മനുഷ്യന്റെ ആമാശയത്തിലേക്കുള്ള ഭക്ഷണത്തെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് അവന്റെ അഖലിലേക്ക്, ബുദ്ധിയിലേക്ക് യഥാർത്ഥ അവന് നൽകേണ്ട ഭക്ഷണത്തെ കുറിച്ചാണ് ഖുർആൻ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോ ഒരു സഹോദരൻ, നമ്മുടെ ക്ലാസ്സുകൾ നിരന്തരം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരൻ എനിക്കിപ്പോ 1-2 പ്രാവശ്യമായി മെസ്സേജ് അയക്കുന്നു. ലാ തഅ്കുലു അംവാലൽ യതാമ ളുൽമൻ ഇന്നല്ലദീന യഅ്കുലൂന അംവാലൽ യതാമ ളുൽമൻ എന്ന് പറയുന്ന ഒരു വചനമുണ്ട്. അനാഥകളുടെ മുതല് തിന്നുന്ന ആളുകൾ അവരുടെ വയറ്റിലേക്ക് ഇറക്കുന്നത് നാറാണ് എന്ന് പറയുന്ന ഒരു വചനമുണ്ട്. ഇത് ആമാശയത്തിലേക്കുള്ള ഭക്ഷണം തന്നെയല്ലേ? എങ്ങനെയാണ് ഈ സമൂഹത്തെ ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക? മാഷൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് 1-2 പ്രാവശ്യമായി ഇപ്പൊ മെസ്സേജുകൾ അയച്ചുകൊണ്ടേയിരിക്കും. സത്യത്തിൽ മനുഷ്യൻ, ഖുർആൻ ഒരു ആത്മീയ ഗ്രന്ഥമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവന്റെ ഫുഡിന്റെ കാര്യങ്ങൾ പറയുന്ന, അവന്റെ വസ്ത്രത്തിന്റെ കാര്യങ്ങൾ പറയുന്ന, അവന്റെ വീട് എങ്ങനെ വെക്കണം എന്ന് പറയുന്ന, അപ്പൊ ഭക്ഷണമോ വസ്ത്രമോ പാർപ്പിടമോ റോഡോ മറ്റു സൗകര്യങ്ങളോ ഒന്നും വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമല്ല മുസ്ഹഫ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇപ്പൊ ഫല്യൻദുറിൽ ഇൻസാനു ഇലാ തആമിഹി എന്ന് പറയുമ്പോ അവന്റെ തആമുൽ അഫ്കാറാണ്, അവന്റെ ചിന്താപരമായ ഭക്ഷണത്തെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അല്ലാതെ മാദിയായ ഒരു തആമിനെ കുറിച്ചല്ല മുസ്ഹഫ് സംസാരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ സ്വർഗത്തിൽ ചെന്നാല് ഐനൻ യശ്റബു ബിഹാ ഇബാദുല്ലാഹി വയുഫജ്ജിറൂനഹ തഫ്ജീറ എന്ന് പറയുന്നുണ്ടല്ലോ. അവിടെ ആ ഐന് എന്നുള്ളത് ഒരു വെള്ളത്തിന്റെ അരുവി എന്നുള്ള നിലക്കാണെങ്കിൽ, ഒരു ജലാശയം എന്നുള്ള നിലക്കാണെങ്കിൽ മിൻഹ അതിൽ നിന്ന് കുടിക്കും എന്നാണ് പറയേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം, അല്ലാതെ ബിഹ എന്നല്ല. അപ്പൊ മുആയനത്തുള്ളയാണ് ശരിക്കും അള്ളാഹുവിന്റെ ഐന് എന്ന് പറയും. അൽ ഐനു ബിൽ ഐനി എന്ന് പറയുന്നുണ്ടല്ലോ. അവിടെ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയത് കണ്ണിന് കണ്ണ് എന്നാണ്. ഐന് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മുആയനത്താണ്, ജ്ഞാനത്തിന്റെ സഹായമാണ് അത് സത്യത്തിൽ. അതുകൊണ്ടാണ് ഇവന്റെ ഉള്ളിലേക്ക് ജ്ഞാനത്തെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലാതെ ഒരു ജലാശയം, ആ ജലാശയം കൊണ്ട് കുടിക്കുന്നല്ല, ആ ജലാശയത്തിൽ നിന്ന് കുടിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ പറയേണ്ടിയിരുന്നത് എന്ന് നമ്മൾ സൂചിപ്പിച്ചു. മാത്രമല്ല, പിന്നീട് ചെയ്യുന്ന ജോലി എന്താന്ന് പറഞ്ഞാൽ വയുഫജ്ജിറൂനഹ തഫ്ജീറ, ഒരു ഫജ്റാക്കുകയാണ് ചെയ്യുക എന്ന് പറയുന്നത് അവനിലൊരു വൈജ്ഞാനികമായ മാരിഫിയായ ഒരു പുലരി, ഒരു ഫജ്റാണ്, ഒരു വെട്ടമുണ്ടാക്കലാണ്, വെളിച്ചമുണ്ടാക്കലാണ് അവിടെ നടത്തുന്നത് എന്നുള്ളത് നമുക്കറിയാം. അല്ലാതെ ഒരു ജലാശയത്തിൽ നിന്ന് വെള്ളം കോരി കുടിച്ചിട്ട് പിന്നെന്താണ് തഫ്ജീർ നടത്തുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പിന്നെ എങ്ങനെയാണ് ഫജ്റാക്കുക? നേരെ മറിച്ച് മാരിഫിയായ തലത്തിലാണെങ്കിൽ, വൈജ്ഞാനികമായ തലത്തിലാണെങ്കിൽ അവന് വയുഫജ്ജിറൂനഹ, അവന് ഖുർആനിൽ ഫജ്ർ, ഒരു ഫജ്റുൽ ഖുർആൻ ഓരോ വ്യക്തിക്കും അവനിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളത്. അതാണ് നമ്മൾ സൂറത്ത് അൽ ബഖറയിലെ സിയാമുമായി ബന്ധപ്പെട്ട് കുലു വഷ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്രി എന്ന് പറയുന്നത് അതാണ്. അപ്പൊ ഫജ്ർ ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ നമ്മൾ ഈ ആയത്തില്, എൻ്റെ സഹോദരൻ ചോദിച്ച വചനത്തില് ഒരുപാട് കാര്യങ്ങൾ അവിടെ വിശദീകരിക്കാനുണ്ട്. ഒന്നാമത് യത്താമ എന്ന് പറയുന്നത്
വാപ്പയും ഉമ്മയും മരിച്ച കുട്ടികളല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വാപ്പ മരിച്ച കുട്ടിയല്ല യത്തീം. യതീം, മിസ്കീന്, ഫക്കീർ എന്നൊക്കെ പറയുന്നത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന, അവശത അനുഭവിക്കുന്ന, പിതാവ് മരിച്ച ഒക്കെയുള്ള ആളുകളെയാണ് നമ്മൾ യതീം. അതുപോലെ സാധു എന്നുള്ള അർത്ഥത്തിനാണ് മിസ്കീൻ സാമ്പത്തികമായി. ഫക്കീർ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ സാമ്പത്തികമായി ഇല്ലാത്ത തീരെ ദരിദ്രരായ ആളുകളെയൊക്കെയാണ് നമ്മൾ മുമ്പ് അങ്ങനെയൊക്കെയാണ്. പക്ഷെ ആത്മീയ തലത്തിൽ, അതിന്റെ ആശയപരമായ തലത്തിലേക്ക് വരുമ്പോൾ യതീം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞതാണ്, അവന് വിജ്ഞാനത്തിന്റെ തമാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, പൂർണ്ണതയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളാണത്. അത് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് എവിടെയോ. ഇമാം ഷാഫിയുടെ ഒരു ഉദ്ധരണിയായിട്ട് ഞങ്ങൾ കുട്ടികളെ വരെ പഠിപ്പിച്ചിരുന്നു സ്കൂളിൽ. ലൈസൽ യതീമു യതീമുല്ലദീ മാത വാലിദുഹു എന്ന് പറഞ്ഞിട്ട്, വാലിദ് മരിച്ച ഏതൊരാളുടെ വാലിദാണോ പിതാവാണോ മരിക്കുന്നത് അവനല്ല യതീം എന്ന് ഇമാം ഷാഫിയുടെ ഒരു വരിയായിട്ട് കുട്ടികളെ ഞങ്ങൾ സ്കൂളിൽ പാഠപുസ്തകത്തിൽ പഠിപ്പിച്ചിരുന്നതായിട്ട് ഞാൻ വിശദീകരിച്ചിട്ടുണ്ട്. വലാകിന്നൽ യതീമു യതീമുൽ അദബി വൽ ഇൽമി, അദബ് ഇൽമ്. അപ്പൊ സംസ്കാരവും അറിവും അതിന്റെ തമാമ് കിട്ടാത്ത ആളുകളാണ്, അതിന്റെ പൂർണ്ണതയിലേക്ക് പോകാത്ത ആളുകളാണ് യതീം എന്നുള്ളത്. ഞാന് ഒരു സൂറത്ത് കഹ്ഫിലെ ഒരു ജിദാറ് പൊളിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അവിടെ രണ്ട് യതീമൈനി ഗുലാമൈനി യതീമൈനിക്കുള്ള കൻസാണ് അത്. ഈ കൻസ് അല്ലെങ്കിൽ മാല് എന്ന് കേൾക്കുമ്പോഴത്തേന് ആളുകളെ വിചാരം അത് കറൻസിയാണ്, സ്വർണ്ണ ഖനിയാണ് എന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. അറിവിനേക്കാൾ വലിയ ഒരു മാല് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ എന്തൊന്നിനെയാണോ ആശ്രയിക്കുന്നത് അതാണ് ഒരാളുടെ മാല് എന്ന് പറയുന്നത്. എന്നതുപോലെ തന്നെ ആ കെൻസ് എന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ, അറിവിന്റെ നിധിയാണ്. അവിടെ രണ്ട് യതീമൈനി എന്ന് പറയുന്നത് ഒന്ന് യഹിയയും ഒന്ന് ഈസയുമാണ്. ഇവര് രണ്ടുപേരുമാണ് ജ്ഞാനത്തിന്റെ പൂർണ്ണതയിലേക്ക് പോകുന്ന ആളുകൾ. അപ്പൊ അവർക്കുള്ള കെൻസ് എന്ന് പറയുന്നത്, നിധി എന്ന് പറയുന്നത് അറിവിന്റെ നിധിയാണത്. ഈ വിദ്യാധനാണ് സർവധനാൽ പ്രധാനം എന്നൊക്കെ നമ്മൾ എവിടെയെങ്കിലും ചുമരിൽ എഴുതി വെച്ചിട്ട് കാര്യമില്ല. അത് നമ്മുടെ ഹൃദയത്തിൽ എഴുതി വെക്കണം. അതാണ് ഏറ്റവും പ്രധാനം. ലോകത്തിനെ മാറ്റിമറിക്കാൻ കഴിയുന്ന ധനം എന്ന് പറയുന്നത് ജ്ഞാനമാണ്, അറിവാണ് എന്നുള്ളതാണ്. അത് ളുൽമിലേക്ക്, അക്രമത്തിലേക്ക്, ഇരുട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് അതിനെ ഉൾക്കൊള്ളാൻ പാടില്ല എന്നുള്ളത് പറയുന്നതിനെ അനാഥകളുടെ മുതല് തിന്നാൻ പാടില്ല ആക്കിയിട്ടുണ്ട്. അങ്ങനെ തിന്നുമ്പോൾ അവരുടെ ഉള്ളറകളിലേക്ക്, ബുത്തൂന് എന്ന് പറഞ്ഞാൽ വയറുന്നല്ല, അവരവരുടെ ബാത്തിനിലേക്ക് അവര് എത്തിക്കുന്നത് നാറാണെന്ന് പറഞ്ഞാൽ, തീയാണെന്ന് പറഞ്ഞാൽ അത് അവിടെ എങ്ങനെ തീ ആരെങ്കിലും വയറ്റിലേക്ക് ഇടലുണ്ട്. അപ്പൊ അതിന് സാഹിത്യ അർത്ഥമാണെന്ന് പറയും. അതിന് ആലങ്കാരിക അർത്ഥമാണ് അവിടെ അർത്ഥം എന്നുള്ളത് പറയും. അവര് നരകത്തിൽ പോകുന്നതാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് പറയും. സത്യത്തിൽ അത് ഇരുട്ട് അത്തരം ജ്ഞാനങ്ങളാണ് നമ്മൾ ഉൾക്കൊള്ളുന്നതെങ്കിൽ നമ്മളുടെ ഉള്ളറകളിൽ പകയും വിദ്വേഷവും അജ്ഞതയും ശത്രുതയും ഒക്കെയാണ് അപ്പോ നമ്മുടെ ഉള്ളിലുണ്ടാകുക എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ നമ്മുടെ ആമാശയത്തിലേക്ക്, അവരുടെ പുത്തൂനിലേക്ക്, നമ്മുടെ ഈ വയറ്റിന്റെ അപ്പൊ തന്നെ അറിഞ്ഞൂടാ നമ്മുടെ വയറ്റിന്റെ ഉള്ളിൽ തീയ. ആ വചനം തന്നെ സത്യത്തിൽ ആ ചോദ്യം ചോദിച്ച ആളുകൾക്കെതിരാ. നമ്മളിപ്പോ അനാഥകളുടെ മുതല് തിന്നുമ്പോ നമ്മുടെ വയറ്റിന്റെ ഉള്ളിലേക്ക് തീയാണ് ഇറക്കുന്നത്. ഭക്ഷണം തന്നെയല്ലേ ഇറക്കുന്നത്. നേരെ മറിച്ച് ജ്ഞാനത്തിന്റെ പൂർണ്ണതയിലേക്ക് പോകേണ്ട അറിവുകളെ നമ്മളതിനെ അക്രമത്തിലേക്കും നൂറ് ഉൽമിലേക്ക് പോകാതെ, നൂറ് സ്വീകരിക്കാതെ, അത് ഈ ഇരുളടഞ്ഞ അക്രമത്തിന്റെ, അനീതിയുടെ ഒരു വഴിയിലേക്കാണ് ആ ജ്ഞാനത്തെ നമ്മൾ കൊണ്ടുപോകുന്നതെങ്കിൽ, ആ രൂപത്തിലാണ് നമ്മൾ അതിനെ ഉൾക്കൊള്ളുന്നതെങ്കിൽ, അപ്പോൾ നമ്മുടെ ഉള്ളറകളിലേക്ക് നമ്മൾ നാറ് എന്ന് പറയുന്നത്
അപ്പൊ നമ്മുടെ ഉള്ളില് തീ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളറകളിൽ പകയാണ്, വിദ്വേഷമാണ്, അസൂയയാണ്, അജ്ഞതയാണ്, കിബറാണ്, അഹങ്കാരാണ്, ഞാനെന്ന ഈഗോ ആണ്. ഇതൊക്കെയാണ് അപ്പൊ അവന്റെ ഉള്ളിലേക്ക് ഉണ്ടാവുക. അതാണ് നാറ്. അപ്പൊ പറയും നാറ്, അതിന്റെ അർത്ഥം അവര് പരലോകത്തിൽ പോയിട്ട് അവര് നരകത്തിൽ പോകുന്നതാണ് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ മുമ്പൊക്കെ അതിനെ മനസ്സിലാക്കിയിരുന്നതും വിശദീകരിച്ചിരുന്നത്. അപ്പൊ നമ്മൾ ഖുർആൻ പറയുന്ന തആമു കുലു വശ്റബു വ ഉശ്രിബു ഫീ ഖുലൂബിഹിം എന്നല്ലേ. ഉശ്രിബു ഫീ ഖുലൂബിഹിം എന്ന് പറഞ്ഞാൽ കൽബിലേക്കുള്ള കുടി എന്താണ്? അത് ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതെന്താണ് ആ കുടിക്കലെന്ന് അപ്പോ ശരിക്ക് തആമ് എന്ന് പറയുന്നത് ദുഖൂൽ ഷൈഇൻ അലാ ഷൈഇൻ എന്നാണ്. ഒരു ഷെയ്ഖ് മറ്റൊരു ഷെയ്ഖിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതാണ് സത്യത്തിൽ തആമ് എന്ന് പറഞ്ഞാൽ ചിന്തകൾ നമ്മുടെ ബുദ്ധിയിലേക്ക് അറിവും ചിന്തകളും പ്രവേശിക്കുന്നതാണ് ഒരാളുടെ തആമ് എന്നർത്ഥം. തആമിന്റെ നിർവചനം തന്നെ കൊടുത്തിട്ടുള്ളത് ദുഖൂലു ഷൈഇൻ അലാ ഷൈഇൻ എന്നാണ്. അതിന്റെ നിർവചനം തന്നെ അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മില് ആ ഗുണങ്ങള് പൂർണ്ണമായിട്ടും നമ്മുടെ ആമായിട്ട് ഖസായിസുൽ ദാഖിലി ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഓരോ ഖസായിസുകൾ ഗുണങ്ങള് അത് പ്രവേശിച്ചു കഴിയുന്ന ഏതൊന്നിലേക്കാണോ പ്രവേശിക്കുന്നത് ആ പ്രവേശിക്കുന്ന വസ്തു ഏതൊന്നിലേക്കാണോ പ്രവേശിക്കുന്നത് അവിടെ ചെന്നിട്ട് അതിന്റെ ഗുണങ്ങൾ മുഴുവനായിട്ടും അവിടെ പ്രകടിപ്പിക്കും. അത് നമ്മുടെ മാത്തിയായ വസ്ത്രം ഭക്ഷണമാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മുടെ ശരീരത്തെ മൊത്തത്തിൽ ബാധിക്കുക. അതിന്റെ ഗുണങ്ങളാണ് ശരീരത്തിന്റെ ഗുണങ്ങളായിട്ട് മാറുക. ഇഷ്ടംപോലെ പഞ്ചസാരയാണ് കഴിച്ചാൽ ശരീരത്തിന് മുഴുവൻ ആ പഞ്ചസാരയുടെ ഗുണങ്ങളായിരിക്കും വരിക. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന പോലെ തന്നെ നമ്മുടെ ചിന്തയിലേക്ക് ഏത് നിലക്കുള്ള ഭക്ഷണമാണോ നമ്മുടെ അഖിലിലേക്ക് നമ്മുടെ ചിന്തയിലേക്ക് നമ്മുടെ ഏത് നിലക്കുള്ള മാലൂമാത്തുകളാണോ അറിവുകളാണോ കൊടുക്കുന്നത് ആ കൊടുക്കുന്നതിനനുസരിച്ചുള്ള ഗുണങ്ങളാണ് നമ്മിൽ നിന്ന് പുറത്തേക്ക് വരിക. നമ്മള് പകയുടെയും വിദ്വേഷത്തിന്റെയും ശത്രുതയുടെയും അറിവുകളാണ് നമ്മുടെ ഉള്ളിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുന്നതെങ്കിൽ നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും ആ രൂപത്തിലുള്ളതായിരിക്കും പുറത്തേക്ക് വരും. നമ്മുടെ ശരീരവും നമ്മുടെ പ്രവർത്തനങ്ങളും ആ രീതിയിലാണ് പിന്നീട് പ്രതികരിക്കുക. എന്നോട് ചില സഹോദരങ്ങൾ പറയാറുണ്ട്, ചില ആളുകൾ ഇസ്ലാമിനെയും റസൂലിനെയും ചീത്ത പറയുകയും കളിയാക്കുകയും പരിഹസിക്കുകയും വിദ്വേഷവും ശത്രുതയും സമൂഹത്തിൽ ഉണ്ടാക്കുന്ന രൂപത്തിൽ ഖുർആനിനെയും മറ്റും വിമർശിക്കുന്ന ആളുകൾക്ക് അതേ നാണയത്തിൽ മറുപടി കൊടുക്കണം. എന്നാലേ നിങ്ങൾ ലോകത്ത് അറിയപ്പെടുള്ളൂ. നിങ്ങൾ ഇത്രയും ഉന്നതമായ ആശയം നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ കയ്യിൽ വടിയുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എറിയാൻ അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് തെറ്റിപ്പോയ ആളുകളുണ്ട്. ഞാൻ പറഞ്ഞു, അവര് നിന്ന് കുരക്കുന്നതിനനുസരിച്ച് നമ്മളും നിന്ന് കുരക്കുകയാണെങ്കിൽ നമ്മളും അവരും തമ്മിൽ എന്താ മാറ്റം എന്ന് ചോദിച്ചു. ഒരാളിപ്പോ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ നിന്ന് അനാവശ്യം പറയണം, നമ്മളും അതേ രൂപത്തിൽ തിരിച്ച് അപ്പൊ നമ്മളും അയാളും ഒരുപോലെ ആയില്ല എന്നാ ഞാൻ ചിന്തിക്കണം. അപ്പൊ നമുക്കൊരു സ്റ്റാൻഡുണ്ട്, ആ സ്റ്റാൻഡിൽ നിന്നിട്ട് നിലപാടുണ്ട്, ആ നിലപാടിൽ നിന്നിട്ട് പ്രവർത്തിക്കാനും പറയാനും എനിക്ക് കഴിയുള്ളൂ. അതിന് ഇഷ്ടമുള്ളവർ നിൽക്കുക, അല്ലാത്തവര് നമുക്ക് തീവ്രത പോരാ, ശക്തി പോരാ, വിമർശനം പോരാ എന്നൊക്കെ പറഞ്ഞ് പോവുകയാണെങ്കിൽ പോകുന്നവർക്ക് അങ്ങനെ പോകാമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊരു വ്യക്തമായ നിലപാടുണ്ട്, ആ നിലപാടിൽ തന്നെ നമ്മൾ നിൽക്കുള്ളൂ. ഞാൻ ഈ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താണ്, നമ്മൾ നിരന്തരമായി നമ്മുടെ മനസ്സിലേക്കും ചിന്തയിലേക്കും പകയുടെ, ശത്രുതയുടെ, അന്യ മതവിദ്വേഷത്തിന്റെ, മനുഷ്യരെ മൊത്തത്തിൽ എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണാനും ഒന്നായി കാണാനും കഴിയാത്ത രൂപത്തിലുള്ള അറിവുകൾ നമുക്കൊക്കെ ആദ്യ കാലഘട്ടത്തിൽ സംഭവിച്ചത് അതാണ്. നമ്മൾ പഠിച്ചിരുന്ന വിജ്ഞാനങ്ങൾ നിസ്സാരമായ ഒരു ചെറിയ പ്രശ്നത്തിന്റെ പേരിൽ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ട് വെക്കാനിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ്
ഒരാൾ മറ്റൊരാളെ കാഫിറാക്കി, അവരിവരെ കാഫിറാക്കി, ഇവരവരെ നരകത്തിന്റെ അവകാശികളാക്കി, ഇവരെ നരകത്തിന്റെ അവകാശികളാക്കി, വഴികേടിലാക്കി, കാഫിറാക്കി, മുശ്രിക്കാക്കി. ഈ ഒരു പഠന രീതിയിലാണ് നമ്മൾ പഠിച്ചു വളർന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യ കാലഘട്ടത്തിലെ പ്രസംഗങ്ങളിലും ഒക്കെ ആ രൂപത്തിലുള്ള വിമർശനങ്ങളും പരിഹാസങ്ങളും കളിയാക്കലുകളും ഉണ്ടായി. അപ്പൊ നമ്മൾ പിന്നീടാണ് മനസ്സിലായത്, നമ്മൾ ഒരു സ്നേഹത്തിന്റെ 1000 വാക്കുകൾ, 1000 ജിൽദുകൾ, 1000 പുസ്തകങ്ങൾ നിങ്ങൾ എഴുതുന്നതിനേക്കാൾ നല്ലത് സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒരു വാക്ക്, ഒരു വാചകം ഉരുവിടലാണ് നല്ലത് എന്ന് പഠിച്ചപ്പോഴാണ് നമ്മൾ ഈ നിലപാട് ആരെയും പരിഹസിക്കാനോ കളിയാക്കാനോ വിമർശിക്കാനോ നരകാവകാശികളാക്കാനോ മുശ്രിക്കാക്കാനോ കാഫിറാക്കാനോ നമ്മൾ നിൽക്കാതെ നമുക്ക് മനസ്സിലായ ആശയങ്ങൾ മാത്രം നമ്മൾ പങ്കുവെക്കാൻ തുടങ്ങി. അതാണ് കൊടുക്കുന്നത് എന്തോ നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് ആ ഗുണം നമ്മുടെ ശരീരം പ്രകടിപ്പിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിലേക്കും ചിന്തയിലേക്കും ബുദ്ധിയിലേക്കും ഒക്കെ കൊടുക്കുന്ന അറിവുകൾ ഏതൊന്നാണോ അതിന്റെ ഗുണങ്ങൾ അവനിൽ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറയുന്നത്, ഖുർആൻ സംസാരിക്കുന്നത് മാദ്ദിയായ ഭക്ഷണത്തെക്കുറിച്ചല്ല, മറിച്ച് അവന്റെ ശാരീരിക ആത്മീയമായ ഫുഡിനെ കുറിച്ചാണ് ഖുർആൻ സംസാരിക്കുന്നത് എന്നാണ്. അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ അറിവുകളാണെങ്കിൽ അത് ഭൂമിയിൽ നിലനിൽക്കും. എന്ന് പറഞ്ഞതുപോലെ മായൻഫുനാസുമായ അറിവുകളാണെങ്കിൽ അത് ഭൂമിയിൽ നിലനിൽക്കുമെന്ന് ഖുർആൻ പറയും. മനുഷ്യരാശിക്ക് ഉപദ്രവകരമായ അറിവുകളാണെങ്കിൽ എന്ന് പറയുന്നത് ധൂളികളായിട്ട് പോയി പോവുകയാണ് ചെയ്യുക. അപ്പോ നമ്മള് ജസദിയായ അർദുൽ ജസദ് നമ്മൾ മാദ്ദിയായതും അർദുൽ മഅരിഫിയാണെങ്കിലും നമ്മുടെ ഈ ഭൗതികമായ ശരീരത്തെ ഒരു അർലായിട്ട് കണ്ടിട്ട് അതിന് കൊടുക്കുന്നതാണെങ്കിലും നമ്മൾ മഅരിഫിയായ അർലായിട്ട് കണ്ട് അതിന് നൽകുന്ന ഭക്ഷണമാണെങ്കിലും അത് അതിന്റെ ഗുണം കാണിച്ചു കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ മസീഹിബിന് മറിയമിന്റെ ഉമ്മും സിദ്ദീഖത്തായ ഉമ്മും കാനായൽക്കുലാനി തആമ എന്ന് പറയുന്ന അവര് രണ്ടുപേരും ഭക്ഷണം കഴിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അവര് ഭക്ഷണം കഴിച്ചിരുന്ന ആളുകളായിരുന്നു എന്ന് പറയുന്നത് എന്താ അതിലുള്ള ഒരു തത്വമുള്ളത്? മനുഷ്യരാശി ഇപ്പൊ എന്റെ പേര് ശ്രീധരവി എന്നാണെങ്കിൽ അയാൾ ഭക്ഷണം കഴിക്കുന്ന ആളാണെന്ന് പറഞ്ഞാൽ എന്താ അതിലുള്ളത്? എനിക്ക് മനസ്സിലായിട്ടില്ല. നേരെ മറിച്ച് ആ തആമ് എന്താണ് ആ തആമ് അവര് കഴിക്കുന്ന ഭക്ഷണം എന്നുള്ളത് ഇപ്പൊ ഇനി ഒരുപാട് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പറയണ്ട്. ഇപ്പോ നമ്മള് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഹുദൂ സീനത്തക്കും ഇന്ദ കുല്ലി മസ്ജിദിൻ എന്ന് പറയുന്നത് കുലു വശറബു എന്ന് പറയുന്ന മസ്ജിദും കുലു വശറബും തമ്മിൽ എന്താ ബന്ധം? ഹുദൂ സീനത്തക്കും ഇന്ദ കുല്ലി മസ്ജിദിൻ. അപ്പൊ ഏതൊന്ന് മസ് ചെയ്യുന്നുവോ ബിജിദ്ദിൻ, നമ്മള് വളരെ അധ്വാനിച്ചുകൊണ്ടും പരിശ്രമിച്ചുകൊണ്ടും കഠിനാധ്വാനം ചെയ്തുകൊണ്ടും ഏതൊരു ആശയത്തെയാണോ നിങ്ങൾ സ്വീകരിക്കുന്നത്, ഉൾക്കൊള്ളുന്നത്, അതാണ് അവന്റെ മസ്ജിദ്. ആ ഉൾക്കൊള്ളുന്ന ഇടാണ് അവന്റെ മസ്ജിദ്. അവിടെ എല്ലാ സീനത്തും, അത് നമ്മളൊരിക്കൽ വിശദീകരിച്ചതാണ് ആ ക്ലാസ് കേൾക്കുക. അപ്പൊ അത് വിശദീകരിക്കും. ഞാനവിടെ ഈ മസ്ജിദും കുലു വശറബു ഇത് തമ്മിൽ എന്താണ് ബന്ധം എന്നുള്ളത് ചോദിക്കുമ്പോ നേരെ മറിച്ച് അവന് മസ് ജിദ്, അവന് ഏതൊരു ആശയത്തെയാണോ സ്വീകരിക്കുന്നത് ആ ആശയത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളാനാണ് പറയുന്നത്. അതാണ് കുലു വശറബു എന്ന് പറയുന്നത്. അല്ലാതെ ഹുദൂ സീനത്തക്കും എന്താ കുല്ലി മസ്ജിദ് ഏത് പള്ളിയിൽ അടുത്തെത്തിയാലും ഡ്രസ് അണിയാനും ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും അല്ല. നമ്മൾ പറയുന്ന കാര്യത്തിൽ ആ വചനത്തിൽ ഒരു യുക്തി വേണ്ടേന്ന്. ഈ യുക്തി നഷ്ടപ്പെട്ടതാണ് എന്നെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. ഏതൊരു വചനവും നമ്മൾ പഠിക്കുന്ന കാലത്ത് അത് തമ്മിൽ ഒരു ബന്ധമല്ല, യുക്തി പരസ്പരം ബന്ധിതമല്ല വിഷയങ്ങൾ.
ഞാനതൊക്കെ ഈ പഠിക്കുന്ന കാലത്ത് തന്നെ ചിലത് ചോദിക്കും, ചിലത് ഉള്ളിൽ ഒതുക്കി വെക്കും, ചോദിക്കൂല. പക്ഷെ ഞാനിങ്ങനെ ചിന്തിക്കും, എന്താ പഠിച്ചോനെ ഈ പൊതു സീനത്തൊക്കെ ഇന്ത കുല്യ മസ്തിൻ കുലു വഷറബും തമ്മിൽ എന്താണ് ബന്ധം? പിന്നെ അതിന് പറയും വിശപ്പ് സഹിച്ചുകൊണ്ട് ഭക്ഷണം നിസ്കരിക്കാൻ പോകരുത് എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിച്ച് ശരിയാക്കിയില്ലായിരുന്നു ആ കാലഘട്ടത്തിൽ. വിശപ്പ് സഹിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പോയാൽ ആ നിസ്കാരം ശരിയാവില്ല, അവന് വിശപ്പായിരിക്കും, അള്ളാഹിനോട് സമാധാനപൂർവമായി ശാന്തമായി അവന് പ്രാർത്ഥിക്കാൻ സാധിക്കൂല എന്നൊക്കെ പറഞ്ഞു പിന്നെ അതിനെ ശരിയാക്കലായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഇനി ഒരുപാട് നമ്മൾ തുടർന്ന് ഉള്ള ക്ലാസ്സുകളിലൊക്കെ പിന്നീട് ചർച്ച ചെയ്യാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ ഇന്നല്ലതിന് എഴുക്കുലൂന് അമ്മാലിൽ യത്താമ എന്ന് പറയുന്നത് ഒരാളുടെ മുതല് മാല് എന്ന് പറയുന്നത് അവന്റെ ഭൂമിയോ അവന്റെ കറൻസിയോ ഒന്നുമല്ല. അവൻ ഏതൊന്നിനെയാണോ ആശ്രയിക്കുന്നത് അതാണ് അവന്റെ, ഞാൻ പറഞ്ഞു, വിദ്യയാകുന്ന അറിവാകുന്ന ധനമാണ് എല്ലാ ധനത്തെക്കാളും പ്രധാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. യത്താമ എന്നുള്ളത് വാപ്പ മരിച്ചതല്ല. അപ്പോ വിജ്ഞാനത്തിന്റെ ആത്യന്തികതയിലേക്ക്, പൂർണ്ണതയിലേക്ക്, മുത്തിമ്മിലേക്ക് വല്ലാഹു മുത്തിമ്മുനൂരിഹി എന്ന് പറയുന്ന അതാണ് യത്താമ. അതിലേക്ക് പോകുന്ന ആളുകൾ അക്രമപരമായ അനീതിയുടെ ഇരുട്ടിന്റെ അറിവുകളാണ് ഉൾക്കൊള്ളുന്നതെങ്കിൽ അത് അവരുടെ ഉള്ളിൽ ഞാറാണ് അവരുടെ ഉള്ളിൽ ഉണ്ടാക്കുക എന്നുള്ള കാര്യമാണ് അവിടെ വിശദീകരിക്കുന്നത്. അല്ലാതെ നമ്മൾ കഴിക്കുന്ന ആമാശയത്തിലേക്കുള്ള ഫുഡല്ല എന്നുള്ളത് തിരിച്ചറിയുക എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. സലാം.